അസ്സലാമു അലൈക്കും. സയ്യിദ് അൽവി ചപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട അബികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 8.5 ലക്ഷം റുപ്യക്ക് വീട് VIP-യുടെ ഇടയിലാണ്. മാത്രമല്ല ഇവിടെ സ്ഥലത്തിൻ്റെ വിലക്കാണ് 5.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയ്ക്ക് ഒരു വീട് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ മണ്ണൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ മണ്ണൂർ പഞ്ചായത്തിലാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ആകെ ഒരു 300-400 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ വീടുകളുടെ ഇടയിലാണ് നമ്മുടെ ഈ 5.5 സെൻറ്റ് സ്ഥലം വോട്ടുപേരി കാണാൻ പോകുന്നത്. വീടിൻ്റെ തൊട്ടപ്പുറത്ത്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതൊരു പ്രവാസിയാണ്. ഇദ്ദേഹത്തിന് 8,50,000 റുപ്യ ബാധ്യതയുള്ള ഒരു വീട് ജപ്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് ഇയാളൊന്ന് സഹായിക്കണം. 8,50,000 റുപ്യക്ക് നിങ്ങൾക്ക് 5.5 സെൻറ്റ് സ്ഥലവും നല്ലൊരു വീട് 3 ബെഡ്റൂമുള്ള കിട്ടാൻ പോകുന്നത്. ഇയാളിപ്പോൾ അധ്വാനിക്കാൻ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ഇങ്ങനെയുള്ള കരകൗതുക വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. നമ്മുടെ ചിരട്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇങ്ങനത്തെ കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉള്ള കച്ചവടമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം, ഇവരെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ബാങ്കിലുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളതിന് പരമാവധി നമ്മുടെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് 8.5 ലക്ഷം റുപ്യ ഇട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിലക്ക് മാത്രം അല്ലേ. വീട് നമ്മൾ വില കണക്കാക്കില്ല, നമുക്ക് കൊടുത്ത് കഴിച്ചിലാക്കാം, ജപ്തിന്ന് കഴിച്ചിലാക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. 8,50,000 റുപ്യക്ക് എൻ്റെ പ്രിയ ഹബീബികൾ വീട് വാങ്ങിക്കോളി. 4 പുറം വീടുകളുണ്ട്, പള്ളിയുണ്ട്, മദ്രസയുണ്ട്, സ്കൂളുണ്ട്, അമ്പലമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. എല്ലാ വിഭാഗർക്കും താമസിക്കുക, ബസ് റൂട്ട് തൊട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതാണ് മണ്ണൂരിൽ നിന്ന് അമ്പലപ്പാറയ്ക്ക് പോകുന്ന റോഡ്. ഇതാണ് ഓഡിറ്റോറിയം, നക്ഷത്ര ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയം ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടുന്ന് 300 മീറ്ററുള്ളൂ കേട്ടോ. കറക്റ്റ് 300 ഉണ്ടാവില്ല, 300-ൽ കുറവാണ്. നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. ഒരു 250 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്ററാണ് ദൂരം. വളരെ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പാവപ്പെട്ട പ്രവാസിയുടെ വീടാണ്, ഇത് വിറ്റേ പറ്റും. അതിന് നിങ്ങളൊന്ന് കൈ കോർക്കണം, ഒന്ന് പിടിക്കണം കമ്മട്ടാ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, കാരണം എന്താ പറയുക, അത്രയും അർജൻറ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ, എന്താണ് കണ്ടോ, ആ വീടുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ 4 പുറം വീടുകൾ, വാഹനത്തിന് നിൽക്കാനുള്ള സൗകര്യം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വീടുകളാണ്. അങ്ങനെയുണ്ട് മാറുന്നു പറയും. ഇതൊക്കെ വലിയ VIP ഏരിയ, നല്ല വീടുകളുള്ള ഏരിയയാണ് കേട്ടോ. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടോ, നിറയെ വീടുകളുള്ള ഏരിയ. അപ്പോൾ നമ്മുടെ വീട് ഇതാണ് കൊടുക്കാനുള്ളത്. ഇതൊന്ന് ജസ്റ്റ് കാണാം. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുന്നിൽ തന്നെ നമുക്ക് പൈപ്പ് ലൈൻ കാണാം. വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ്. പുറമെ കിണറുണ്ട് കേട്ടോ, കിണറുണ്ട്, പൈപ്പ് കണക്ഷനുണ്ട്. ഇവിടെ ഇനി നമുക്ക് ആ സൈഡിലൊന്ന് കാണാം. ഇവിടെ മതിലാണ് ഈ സൈഡ്. ഇതുണ്ടോ, പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്ക്. ഈ സൈഡ് മതിൽ. 5.5 സെൻറ്റ് സ്ഥലം, സമചതുരമായിട്ടുള്ള സ്ഥലം. പുറകിൽ വീട്, ബാക്കിൽ, മുന്നിൽ, സൈഡിലൊക്കെ വീടുകളാട്ടാ. അങ്ങനെ അതിരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം, കുളി റൂം 2 ഉണ്ട്. നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ്, പുറത്താണ്. അതിൻ്റെ പുറമെ വെള്ള ടാങ്ക്, കിണർ. ഇതാണ് കിണർ കേട്ടോ, കിണർ അവിടെയാണ്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ സമയം വൈകിക്കേണ്ട വിചാരിച്ചിട്ടാ. ഇവിടെ അടുത്തുള്ള വീടുകൾ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ വീടുകളാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് കിടക്കുക. വീട്ടിൽ 2-3 റൂം, വലിയൊരു ഹാള്, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കഴുക്കോലും പട്ടികയിട്ടിലാണ് ഓട് മേഞ്ഞിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഹാളാണ് കടന്നോട്ടം കിട്ടുന്നത്. ഇതൊക്കെ വിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം കേട്ടോ. ബാങ്ക് ലോണ് കാരണം ആകെ വിഷയമായിട്ട് കൊടുക്കുകയാണ്. ഇവിടെയാണ് ഒരു ബെഡ്റൂമുള്ളത്. ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ, ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മറന്നു, അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന് ഇവിടെ കാണിച്ചു കൊടുത്താൽ, ഇതാണല്ലേ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ബാങ്ക് നോട്ടീസ് ഒട്ടിച്ച് പോയിരിക്കുകയാണ്. ബാങ്കിൻ്റെ അതൊന്നും ചോദിക്കരുത്, ഏതാ ബാങ്കിൽ നിന്നൊന്നും. ഇത് ടേക്ക് ഓവർ ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണോ, ഇത് ബാങ്ക് നോട്ടീസ് ഒട്ടിച്ച് പോയിരിക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു സഹായിക്കലാണ് നമ്മുടെ പണി കേട്ടോ. ഇത് കമ്മീഷൻ പ്രതീക്ഷിച്ചോ മറ്റുള്ള പ്രതീക്ഷിച്ചോ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് ചെറിയൊരു ഹാളും കൂടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 റൂമുണ്ട്. ഇരുമ്പിൻ്റെ കഴുക്കോല് പട്ടി കെട്ടിട്ട് കണ്ടില്ലേ, നല്ല ഡിസൈൻ, നല്ല ഇതിലാണ് കേട്ടോ. ചതിലും മാറാനൊന്നും പിടിക്കില്ല. ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുക്കുക. അവിടെ ബെഡ്റൂം, ഇവിടെ ബെഡ്റൂം, മൊത്തം 3 ബെഡ്റൂം കേട്ടോ. ഇവിടെ ബെഡ്റൂം കാണിച്ചു കൊടുക്കുക. ഇരുമ്പിൻ്റെ കഴുക്കോലും പട്ടികയാണ് ഇതിനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇങ്ങോട്ട് വരും, ഇനി കാണിച്ചു തരാം. ഇവിടെ ഇദ്ദേഹം എന്ന് വെച്ചാൽ ബാക്ക് വശമാണ് കാണുന്നത്. ഇദ്ദേഹം പ്രവാസിയായിരുന്നു, ഗൾഫിലായിരുന്നു. പക്ഷേ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ജോലികൾ കാലിന് സുഖമല്ല. ഇങ്ങനത്തെ ഇതുണ്ടാക്കുക, പഴയ ചിരട്ടക്കയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ജോലിയാണ്. ഇതാണ് നമ്മുടെ ആൾ. ഞാൻ അയാളോട് നമുക്ക് ചോദിക്കാം, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയും. ഇത് പിന്നെ ചിരട്ടക്കയിലാണ്. ഇത് പുറത്ത് 50 റുപ്യക്കാണ്. നമുക്ക് എന്താ വെച്ചാൽ ഓർഡർ തരികയാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയാണ് ജീവിതമാർഗം. ജീവിതമാർഗം. പിന്നെ സുഖമില്ലായി പറഞ്ഞ ഗൾഫിലായിരുന്നു 5-6 കൊല്ലം. പിന്നെ കാലിലൊരു വേദന കൊണ്ട് വന്നാണ്. പിന്നെ അതിനുശേഷം പോകാൻ പറ്റിയിട്ടില്ല. ലീവിന് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയ ഒരവസ്ഥയിലാണ്. ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ കൊണ്ടുള്ള ഇതിലാണ്, ബാങ്ക് കൊണ്ടുള്ള നോട്ടീസ് അടിച്ചു. അപ്പൊ നമുക്കൊരു 8 റുപ്യക്കാണ് കൊടുക്കുക. 10-12 ആദ്യം പറഞ്ഞ പോലെ പണ്ട് കാര്യം ഇരുമ്പിന്റെ കഴുക്കോലും പട്ടിക കെട്ട വീടാണ്. അപ്പൊ നമുക്കൊരു 8 റുപ്യ. കാരണം ഇയാളെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാത്രമല്ല വരുമാനത്തെ കൊണ്ടുവരാനായിരുന്നില്ല. ഇയാൾ ഇന്ന് അധ്വാനിക്കണം, ഇന്നത്തെ പണി എടുത്തിട്ട് വേണം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അതുപോലെ തന്നെ കണ്ടേ ഇത് ഇവിടെയൊക്കെ നോക്കിയതാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വരുമാനമാണ് ഇതല്ലേ അല്ലേ. ഇതൊക്കെ എന്താ സേവനാഴികൾ അങ്ങനെ ആക്കിയിട്ട് അല്ലേ. ഇതിനൊക്കെ വെച്ചിട്ട് ഇതിനെ ഊക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നു. അത് കൊടുത്തുപോയി. അങ്ങനെ തൂക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തൂക്കി വെക്കാം. അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയ മോഡൽ ഇതാണ് ജീവിതമാർഗം. അപ്പൊ ജീവിതമാർഗം ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ്? അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് മണ്ണൂർ പഞ്ചായത്തിലാണ്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ ദൂരം ഒരു 300-350 മീറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് നിറയെ വീടുകളുള്ള ഏരിയയാണ്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. കടവോല് തൈര് കടയാണല്ലോ. തേക്കിന്റെയും പ്ലാവിന്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ ഇയാൾക്ക് കിട്ടേണ്ട വില. ഫൈനൽ റേറ്റാണ് പറയുന്നത് 8,50,000 റുപ്യ. സ്ഥലത്തിൻ്റെ വില മാത്രം, വീടിൻ്റെ വില ചോദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഇയാളെ ഓർത്തിട്ടൊരു പ്രവാസിയാണ്. മാത്രമല്ല ഇയാൾക്ക് അധ്വാനിക്കാനുള്ള ഇത് സഹായിക്കുന്നില്ല. കാരണം കാലുകൊണ്ട് സുഖമല്ല, മറ്റുള്ള പ്രയാസം കാരണം ചിരട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടില്ല, ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വിറ്റിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ഇയാളുടെ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പരമാവധി എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികൾ ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കരകൗസ്തുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. ഇതുണ്ടോ ഇങ്ങനത്തെ ആർക്കെങ്കിലൊക്കെ ചിരട്ട എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ട് എന്ത് ഒരുപാട് സാധനങ്ങളായാലും ഉണ്ടാക്കി ഒരുപാട് സാധനങ്ങൾ അല്ലേ. ഏതൊക്കെ ഒരുപാട് സാധനങ്ങൾ ഏത് പറഞ്ഞാൽ പിന്നെ വീടുകള്, പിന്നെ ഇങ്ങനെ തൊട്ടില്, പിന്നെ ഇരിക്കണ പലകള്, പിന്നെ ഇനി എന്തോ എല്ലാം പഴയ കാലത്തെ പലകൾ തൊട്ടിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഓട്ടോറിക്ഷ വരെ അല്ലേ. ഓട്ടോറിക്ഷ ഉണ്ടാക്കി കൊടുക്കും? ചിലവരങ്ങനെ ചോദിക്കുന്നില്ല അല്ലേ. സഹായിക്കാത്ത കൂടെ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. പീഠങ്ങൾ അങ്ങനെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊരു വരുമാന മാർഗ്ഗം ഇരിക്കണ അങ്ങനെ പല പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതും തുടങ്ങാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായത് കൊണ്ട്, ഈ സുഖമില്ലാത്ത കാരണം കൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ കാരണം കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ വീട് 8,50,000 റുപ്യക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട് ഇതുപോലുള്ള ബാങ്ക് ജപ്തി നോട്ടീസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കുടുംബങ്ങൾ പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇനി ഫെബ്രുവരി മാർച്ചിൽ ബാങ്കർ ഇങ്ങനെ നോട്ടീസ് അയക്കും. ആ നോട്ടീസ് അവരുടെ കൈ കിട്ടിയാൽ നേരെ ബിസ്മിയുടെ ഓഫീസിലേക്ക് വിളിക്കും. ഇതാ ബാങ്ക് ലോൺ വന്നിട്ട് ഒരു വീട് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര വീടാണ് ബാങ്ക് ലോണിൽ വന്നിട്ടെന്ന് അറിയാം. അപ്പോൾ ഈ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയുടെ പലിശ രാത്രി 24 മണിക്കൂറും അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. മറ്റുള്ളത് മാതിരിയല്ല. 24 മണിക്കൂർ ഇങ്ങനെ കൂട്ടി പലിശ ഇങ്ങനെ കൂട്ടിയിട്ട് വരുമ്പോഴാണ് നമ്മുടെ സാധനം നമ്മളെ കൈവിട്ട് പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, അതൊരു പ്രവാസിയാണ്. എല്ലാവരും ഒന്ന് സഹായിക്കാം. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇയാൾ ഉണ്ടാക്കുന്ന കരകൗസ്തു വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഇതേപോലെ ചിരട്ടയൊക്കെ പഴയ കാലത്തുള്ള തള്ളാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൂട്ടാൻ കയ്യിലും ചോറിൻ്റെ കയ്യിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് പാലക്കാട് ജില്ലയിലാണ്, മണ്ണൂരാണ്. പത്തിരിപ്പാല ടൗണിന് അടുത്താണ്. മണ്ണൂർ മെയിൻ റോഡിൽ നിന്ന് 300-350 മീറ്റർ ദൂരമാണ്. നിറയെ വീടുകളുള്ള ഏരിയ. സ്ഥലത്തിൻ്റെ വിലക്ക് മാത്രം വെറും 8,50,000 റുപ്യ. അതിൽ നെഗോഷ്യബിൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് മേടിക്കുക. ഇരുമ്പും കഴുക്കൊലൊക്കെ വീടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും. മായസ്സലാമ.